ഹലോ അഡീസ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഓൾറെഡി ഒരു റോസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട്, അതായത് അതിൻ്റെ ഒരു ഫ്ലവേഴ്സിൻ്റെ പെയിൻറ്റിങ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് വേണമെന്ന് വെച്ചപ്പോൾ നിങ്ങൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. അതേപോലെ നിങ്ങൾ മറ്റ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദി ബെൽ ഐക്കൺ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ഇതിൽ കാണുന്ന റോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്ലാസ്സിലുള്ള ഫ്ലവേഴ്സ് എങ്ങനെ ചെയ്യുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിനി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ ഔട്ട്ലൈനൊക്കെ നല്ല ഷാർപ്പാക്കി ഡീറ്റെയിൽ ചെയ്യുക. അതായത് അങ്ങനെ സ്പ്രെഡൊന്നും ആയി പോകരുത്. കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു കളർ വെച്ചിട്ട് കംപ്ലീറ്റ് ഔട്ട്ലൈൻ കറക്റ്റാക്കി വരയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്കിൽ കുറച്ച് ബ്ലൂ കൂടി മിക്സ് ചെയ്ത്, ബ്ലാക്കും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ട്, അത് കോബാൾട്ട് ബ്ലൂ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഔട്ട്ലൈനൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് ഗ്ലാസ് ആയതിനെ കൊണ്ട് ടോപ്പും ഒരു സൈഡ്, ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡാണ് ഞാൻ ഡാർക്കാക്കി വരയ്ക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ലൈറ്റ് വീഴുന്നതിനെ കൊണ്ട് ഇത്ര ഡാർക്ക് ആവില്ല. ഒരു ഷെയ്ഡ് കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ കുറച്ചും കൂടി സൂംഡ് ഫോട്ടോ ഇപ്പം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഓരോ നറേഷൻ അനുസരിച്ചിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത പെയിൻറ്റിങ്ങിനകത്ത് എവിടേക്കാണ് ലൈറ്റും ഡാർക്കും ഷെയ്ഡ്സ് വന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ഗ്ലാസിൻ്റെ ഉൾഭാഗം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതായത് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പേപ്പറിനെ നമ്മൾ വെറ്റാക്കിയിട്ട് കുറച്ച് വെറ്റായിട്ടുള്ള പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളതിനെ ഡീറ്റെയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്ലാസ് അതിനെ കൊണ്ട് കുറച്ച് വൈറ്റ് സ്പേസ് അവിടെയും ഇവിടെയും വിടണം. വാട്ടർ കളർ പെയിൻറ്റിങ്ങിൽ നമ്മൾ ഓൾറെഡി ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് സ്പേസ് വൈറ്റ് ആക്കി വിടുക. പിന്നെ ഞാനിവിടെ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ആ റോസിൻ്റെ തണ്ട് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വൈറ്റ് വിട്ട് അങ്ങനെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി വൈറ്റിൻ്റെ കുറച്ച് നിങ്ങളോട് പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവസാനം വൈറ്റ് പെൻ വെച്ച് ഡീറ്റെയിൽ ചെയ്യുമ്പം അത് കറക്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ രീതിയിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് സ്പേസിനെ വൈറ്റാക്കി തന്നെ ഇട്ട് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിനെ കൊണ്ട് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മോൾ ഭാഗം, അതായത് വെള്ളത്തിൻ്റെ മുകളിലുള്ള ഭാഗത്ത് കുറച്ചൊരു ബ്ലൂ ഗ്രേ ഷെയ്ഡിലാണ് ഡീറ്റെയിൽ പെയിൻറ്റ് ചെയ്യുക, കളർ കൊടുക്കുക. ആദ്യത്തേനകത്ത് ഞാൻ മറ്റേ റോസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാട്ടർ കളറിൽ ആദ്യം തന്നെ ഡാർക്കായിട്ട് അടിക്കേണ്ട, കുറച്ച് ലൈറ്റ് ഷെയ്ഡ് അടിച്ചിട്ട് അതിൻ്റെ ഷാഡോവും ലൈറ്റും എവിടേക്കാണ് കറക്റ്റ് വരുന്നതെന്നുള്ളത് ഡിവൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ ചെയ്യുമ്പോഴാണ് അതിനെ ഡാർക്കാക്കി എടുക്കുന്നത്. പിന്നെ ഇത് ഗ്ലാസ് അതിനെ കൊണ്ട് ഒരുപാട് ഡാർക്കാക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമുള്ള സ്ഥലവും അതേപോലെ ഗ്ലാസിൻ്റെ എൻഡും കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് വരിക. അപ്പോൾ അത് ഭയങ്കര ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബ്ലാക്കും ബ്ലൂവും, ബ്ലാക്ക് കുറച്ച് നല്ലപോലെ എടുത്തിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഭയങ്കര ക്രിസ്പായിട്ട് തന്നെ ആ ലൈൻ വരയ്ക്കുക. കുറച്ച് വേണമെങ്കിൽ ഗ്രീനും ആഡ് ചെയ്തോളൂ. അപ്പോൾ അത് കുറച്ച് ആ ഒരു സ്റ്റെം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കളർ അതിനകത്ത് വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ 3 കളർ എടുത്തിട്ട് കുറച്ച് ഡാർക്കായിട്ട് നല്ല കോൺസെൻട്രേഷനിൽ തന്നെ അതൊന്ന് വരച്ചു കൊടുത്തേക്കുക. അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ആ സ്റ്റെമ്മുള്ളതിനെ കൊണ്ട് ആ വെള്ളത്തിൻ്റെ ആ ഭാഗത്തെ കളറിന് ചെറിയൊരു ഗ്രീൻ ടിഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ബ്ലാക്കിൻ്റെ കൂടെ ബ്ലൂ മാത്രമല്ല കുറച്ച് ഗ്രീൻ ആഡ് ചെയ്യുക. ബ്ലൂ ആഡ് ചെയ്തില്ലെങ്കിലും സീനില്ല, ബ്ലാക്കിൻ്റെ കൂടെ കുറച്ചൊരു ഗ്രീൻ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ വൈറ്റ് സ്പേസ് വിട്ടിട്ട് തന്നെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളത്തിൻ്റെ അവിടെ വരച്ച ഡാർക്ക് ലൈനിൻ്റെ 2 മുകളിലും താഴെയും കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡിലും 2 ലൈൻസ് കൊടുക്കുക. കാരണം അത് വെള്ളമാണ് എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇതാക്കിയാൽ മതി. ഒരുപാട് കാണുന്ന പോലെ വേണ്ട. മുകളിലൊരു വൈറ്റ് ലൈൻ നമുക്ക് വൈറ്റ് പെൻ കൊണ്ട് എന്താ വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് പെൻ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈന് വല്ലാണ്ട് എടുത്ത് നിൽക്കുമോ എങ്ങനെയാണ് എന്നുള്ളത്. വൈറ്റ് പെൻ കൊണ്ട് നമ്മൾ ചെയ്ത് നമുക്ക് ലൈൻ വേണ്ട, ഭയങ്കര ഡാർക്കായി പോയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ബ്ലെൻഡായി പോകും. അത് ജെൽ പെന്ന പോലൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കതിനെ മായ്ച്ച് കളയാനും പറ്റും. അപ്പോൾ വൈറ്റ് പെന്ന് വെച്ചിട്ട് നമ്മൾ വൈറ്റ് ഹൈലൈറ്റ്സ് ഒക്കെ റിക്രിയേറ്റ് ചെയ്യാണ്. അതായത് ആ സ്റ്റെമ്മിൻ്റെ മുകളിൽ ചെറിയ തണ്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ വൈറ്റ് ലൈൻസ് ഗ്ലാസിൻ്റെ ഉള്ളിലാണ് ഇതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് കുറച്ച് ലൈൻസ് വരയ്ക്കുക.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ആക്ച്വൽ വാട്ടർ കളർ രീതിയിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വൈറ്റായിട്ട് വരയ്ക്കുന്ന ഭാഗമൊക്കെ സ്റ്റാർട്ടിങ് മുതലേ വൈറ്റ് ആക്കിയിട്ട് വിടുക. എന്നിട്ട് നമുക്ക് അത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ മുകളിലേക്ക് പെയിൻറ്റ് ആവാതിരിക്കാൻ. കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നേ നമ്മൾ ജസ്റ്റ് കെയർഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആവാത്ത രീതിയിൽ വരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ വൈറ്റ് പെൻ യൂസ് ചെയ്യേണ്ട. ഇതാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓരോ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വന്നു വൈറ്റ് ഹൈലൈറ്റ്സ് വൈറ്റ് പെൻ കൊണ്ട് ഇട്ട് കൊടുത്തു. ഇത് ജസ്റ്റ് വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഈ വൈറ്റ് പെൻ കൊണ്ട് വരുന്ന ഒരു ഇഫക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വൈറ്റ് നല്ല ക്ലീൻ ആൻഡ് ക്രിസ്പായിട്ട് കാണുന്ന പേപ്പറിൻ്റെ ആ ഒരു വൈറ്റ് അല്ലാണ്ട് എക്സ്ട്രാ ഒരു വൈറ്റ് വരുന്നത് ആ ഒരു ലുക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാ പെയിൻറ്റിങ്ങിനും നമുക്കൊരു സ്റ്റോറി ഉണ്ടല്ലോ. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റോറിയിൽ നമുക്ക് ബാക്കിൽ ഒരു വോൾ ആർട്ട് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ അസംഷനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോൾ ആർട്ട് ബാക്കിൽ അതിനെക്കൊണ്ട് എന്തായാലും ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ അതേ കളറുകൾ ഡീറ്റെയിൽ ചെയ്യുക, പക്ഷേ നല്ല ലൈറ്റ് ആക്കിയിട്ട് കുറച്ച് സ്പ്രെഡ് ആവുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണില്ലേ, ഇങ്ങനെ അത്ര ക്ലിയർ അല്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുക. ചിലതൊക്കെ ഡാർക്ക് ആക്കിയിട്ടും ചിലതൊക്കെ ലൈറ്റ് ആക്കിയിട്ടും ജസ്റ്റ് അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഡീറ്റെയിൽ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.